ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ റോയൽ എൻഫീൽഡ് വണ്ടിയുടെ ചെറിയൊരു ടിപ്സ് ആൻഡ് ട്രിക്കാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. റോയൽ എൻഫീൽഡ് ആംബിയർ മീറ്റർ വരുന്ന മോഡൽ വണ്ടികൾ ഉള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് നല്ലതാണ്. പലരുടെയും വണ്ടികൾ പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്ക് ഡൗൺ ആകാം. അതിൽ ഒരു കാരണം മാത്രമാണ് ആംബിയർ മീറ്റർ കംപ്ലൈന്റ് ആകുന്നത് മൂലം വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത്. ആംബിയർ മീറ്റർ കംപ്ലൈന്റ് ആവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓൺ ചെയ്യാൻ പോലും സാധിക്കുന്നതായിരിക്കില്ല. ഇങ്ങനെ നിങ്ങൾ വഴിയരികിൽ പെട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വണ്ടി താൽക്കാലികമായിട്ട് ആംബിയർ മീറ്റർ ഇല്ലാതെ വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് അടുത്തുള്ള വർക്ക്ഷോപ്പിലോ സർവീസ് സെന്ററിലോ എത്തിക്കാവുന്നതാണ്. ആംബിയർ മീറ്റർ വരുന്ന മോഡൽ വണ്ടികളിൽ ആംബിയർ മീറ്റർ ഇല്ലാതെ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആംബിയർ മീറ്ററിന്റെ കംപ്ലൈന്റ് മൂലമാണോ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുന്നത് എന്നറിയാൻ വയറിംഗ് കിറ്റിനുള്ളിൽ നിന്നും ആംബിയർ മീറ്റർ കണക്ഷൻ ആദ്യമേ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. വീഡിയോയിൽ ഇനി കാണിക്കുന്ന പോലെ ആംബിയർ മീറ്ററിന്റെ കണക്ഷൻ സോക്കറ്റ് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എടുക്കുക. ആംബിയർ മീറ്റർ കണക്ഷൻ വയറിംഗ് കിറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വെള്ള സോക്കറ്റാണ്. ഈ ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് RH സൈഡിൽ നിന്നും പുറത്തേക്ക് വലിച്ച് എടുക്കാവുന്നതാണ്. പുറത്തേക്ക് എടുത്ത ശേഷം ഈ കാണുന്ന സോക്കറ്റ് കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്ന പോലെ സോക്കറ്റിന്റെ ക്ലിപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോക്കറ്റ് റിമൂവ് ആകുന്നതാണ്. ഈ കാണുന്ന പോലെ ആംബിയർ മീറ്ററിന്റെ കണക്ഷൻ വയറിംഗ് കിറ്റിന്റെ സോക്കറ്റിൽ നിന്നും റിമൂവ് ചെയ്ത ശേഷം വയറിംഗ് കിറ്റിന്റെ ഭാഗത്തു നിന്നും വരുന്ന സോക്കറ്റിന്റെ കണക്ഷൻ വയറുകൾ നമുക്ക് നോക്കാവുന്നതാണ്. മൊത്തത്തിൽ 4 വയറുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 റെഡ് വയറുകളും ഒരു മഞ്ഞയും ഒരു കറുപ്പും. ഈ കാണുന്ന 2 റെഡ് വയറുകൾ ഇൻപുട്ട് കണക്ഷനും മഞ്ഞയും കറുപ്പും ഔട്ട്പുട്ട് കണക്ഷനുമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആംബിയർ മീറ്റർ ഷോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ കാണുന്ന 2 റെഡ് വയറുകൾ മാത്രമാണ്. 2 റെഡ് വയറിന്റെയും സോക്കറ്റ് പിന്നുകൾ ഏതാണെന്ന് ആദ്യം ശ്രദ്ധിക്കുക. സോക്കറ്റിൽ റെഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ 2 പിന്നുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യം. ആംബിയർ മീറ്റർ ഷോർട്ട് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരേ ഒരു സാധനമാണ് ഈ കാണുന്ന പോലത്തെ ചെറിയൊരു വയറിംഗ് പീസ്. വയറിന്റെ പീസ് ഈ കാണുന്ന പോലെ റെഡ് വയറിന്റെ 2 പിന്നുകളിലുമായിട്ട് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ആംബിയർ മീറ്ററിന്റെ സഹായമില്ലാതെ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആംബിയർ മീറ്ററിന്റെ കംപ്ലൈന്റ് മൂലമാണ് നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതെങ്കിൽ ഈ കാണുന്ന പോലെ ചെയ്ത ശേഷം നിങ്ങളുടെ വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് അടുത്തുള്ള വർക്ക്ഷോപ്പിലോ സർവീസ് സെന്ററിലോ എത്തിച്ച് ആംബിയർ മീറ്റർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആകാൻ ഒന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എങ്കിൽ ആംബിയർ മീറ്ററിന്റെ കംപ്ലൈന്റ് കൊണ്ട് അല്ല വണ്ടി ഓഫ് ആയത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ തുടർന്ന് ലഭിക്കുവാൻ മാജിക് മീഡിയ 123 എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.